പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധ സഭ വലിയ നോയമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വലിയ നോയമ്പിലെ മൂന്നാമത്തെ തിങ്കളാഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു. നമ്മളെ എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മളെല്ലാവരും ഈ പരിശുദ്ധ നോയമ്പിലേക്ക് പ്രവേശിക്കുവാനും പരിശുദ്ധ നോയമ്പിലായിരിക്കുവാനും ദൈവം ഒരുക്കി തന്ന ആ വലിയ മഹാഭാഗ്യത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും കാണുവാനും ഒരിക്കൽ കൂടി ദൈവത്തെ, സത്യവിശ്വാസത്തെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനും ദൈവം ഒരുക്കി തന്ന വലിയ കൃപയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധ നോമ്പ്, ആ നോമ്പിന്റെ ആ മഹനീയ അവസ്ഥ. എന്തിനാണ് നോമ്പ് നോക്കുന്നത്? പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്തിനാണ് നോമ്പ് നോക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം നോമ്പ് നോറ്റു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച സമയത്ത് ആ 3.5 വർഷക്കാലം പരസ്യ ശുശ്രൂഷ വേളയില് നമ്മൾ ജീവിക്കേണ്ട ഒരു മാതൃക നമുക്ക് കാണിച്ചു തരികയാണ്. നിരന്തരം പ്രാർത്ഥിക്കുന്നു, തനിച്ച് മലയിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നു, നോമ്പ് നോക്കുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നു, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഒരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാതൃകയെ നമുക്കും പിൻപറ്റാം. മുഖവരകൾ കൂടാതെ ഇന്നത്തെ വേദപായന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇന്ന് ലൈവ് കാണാൻ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. പരിശുദ്ധ സഭയില് നോയമ്പിലെ ഓരോ ദിവസങ്ങളും പ്രത്യേകമായി സഭാപിതാക്കന്മാർ ഓരോ ദിവസത്തേക്ക് വേണ്ടി പ്രത്യേക വേദഭാഗങ്ങൾ ക്രമീകരിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് ക്രമീകരിച്ചു തന്നിരിക്കുന്ന വേദഭാഗങ്ങള് മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുണ്ട്, പഴയ നിയമ പുറപ്പാട് പുസ്തകത്തിൽ നിന്നുണ്ട്, ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നുണ്ട്, സദൃശവാക്യങ്ങളുണ്ട്, യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ നിന്നുണ്ട്, പൗലോസ് ശ്ലീഹ എഫേഷ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുണ്ട്, മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുള്ള കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വിത്തുകളുടെ ഉപമയുണ്ട്. ഞാന് ഈ വേദഭാഗങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ സ്പർശിച്ച പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസസിലെ സഭയ്ക്ക് എഴുതിയ ഒരു ലേഖനമാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് അല്പനേരം ചിന്തിക്കാൻ ആഗ്രഹിക്കാൻ കിട്ടിയതും ഞാൻ തിരഞ്ഞെടുത്തതുമായിട്ടുള്ള വേദഭാഗം. നമുക്കൊരിക്കൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം എല്ലാവരുടെയും ഹൃദയങ്ങളില് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മനസ്സിലാക്കുവാനിടയാകട്ടെ. ഞാൻ സംസാരിക്കുന്ന എന്താണെന്ന് എനിക്ക് ഉയരങ്ങളിൽ നിന്ന് ദൈവം ചൊരിഞ്ഞു നൽകുമാറാകട്ടെ. പഴയ നിയമ വേദപുസ്തക ഭാഗം ഇന്ന് സഭാപിതാക്കന്മാര് പ്രത്യേകമായി ക്രമീകരിച്ച് സഭയ്ക്ക് തന്നിരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്നത് എങ്ങനെ ജീവിക്കണം, ഒരു മകൻ എങ്ങനെയാണ് ദൈവഭക്തിയിൽ ജീവിക്കേണ്ടതാണ് എന്നാണ്. അതിന്റെ വാക്യം ജസ്റ്റ് ഒന്ന് വായിക്കാം. 1-ാം വാക്യം: മകനെ, എന്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. ദയയും വിശ്വസ്തയും നിന്നെ വിട്ടുപോകരുത്. അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക, നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. അടുത്ത ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും.
നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. അതും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വാക്യമാണ്. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. അങ്ങനെ പോകുന്നു ആ പഴയ നിയമ വേദഭാഗം. അതിന്റെ ചുരുക്കം, നമ്മൾ ഈ ലോക ജീവിതത്തിൽ യഹോവയിൽ മുറുകെ പറ്റി ജീവിക്കണമെന്നും ആ ജീവിതം കൊണ്ട് ഈ ലോക ജീവിതത്തിലെ നേട്ടങ്ങളും ഈ ലോക ജീവിതത്തില് മനുഷ്യർക്ക് നല്ലവനായി ജീവിക്കാൻ പറ്റും, ദൈവത്തിനും പ്രീതിയായി ജീവിക്കാൻ പറ്റും എന്നുള്ള ആശയമാണ് പഴയ നിയമ ആ പുസ്തകത്തിലുള്ളത്. എന്നാൽ അത് ആ പഴയ നിയമ പുസ്തകങ്ങൾ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ പുതിയ നിയമ ഭാഗം, ഇതിനോട് ചേർന്ന് തന്നെ സഭാപിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന പുതിയ നിയമ ഭാഗം നമുക്ക് നോക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 2 ആണ്. ആ ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനം. അത് നമുക്ക് അറിയണമെങ്കിൽ അതിന്റെ ഒന്നാമത്തെ അധ്യായം വായിച്ചാൽ നമുക്കറിയാം. ദൈവേഷ്ടത്താൽ 1-ാമത്തെ അധ്യായം 1-ാം വാക്യം. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. അപ്പൊ നമുക്കവിടെ വ്യക്തമാണ്, പൗലോസ് ലീഹ എഫേസോസിലെ സഭയ്ക്ക്, അവിടുത്തെ വിശുദ്ധന്മാർക്ക്, അവിടുത്തെ ക്രിസ്തുവിനെ വിശ്വസിച്ച ആളുകൾക്ക് എഴുതുന്ന ലേഖനമാണ്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവൻ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ഇത് 1-ാമത്തെ അധ്യായത്തില് പൗലോസ് ലീഹ പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വേദഭാഗം 2-ാം അധ്യായമാണ് എങ്കിലും ഞാൻ 1-ാം അധ്യായത്തില് ഇമ്പോർട്ടന്റ് ആയിട്ട് ആ 1-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യം തന്നെ 2-ാം അധ്യായത്തിൽ ആവർത്തിക്കുന്നതുകൊണ്ടാണ് 1-ാം അധ്യായം വായിച്ചത്. അതിനകത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു 2-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. സ്വർഗത്തിലെ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവിടെ അത് അങ്ങനെ തുടങ്ങുന്നു. അതിന്റെ 4-ാം വാക്യം, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പം നമ്മൾ എന്തിനാണ് തിരഞ്ഞെടുത്തത്? ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. എന്തിനു വേണ്ടിയാണ്? 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം ഒന്നുകൂടെ വായിക്കാം. നമ്മൾ വ്യക്തമായിട്ട് കേൾക്കുക. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും, ആരുടെ സന്നിധിയിൽ? പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ. നാം പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ, ആര്? പിതാവാം ദൈവം, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ദൈവം ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ സൗജന്യമായി, അവിടെ അടിവരയിടണം, അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഓൾറെഡി ഫിനിഷ്, മുൻ നിയമിച്ച് കഴിഞ്ഞു. ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. അപ്പോ അവിടെ എല്ലാവർക്കും ഒരു സംശയം വരും, നമ്മളെ എന്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഒന്നുകൂടെ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. നമ്മളെ തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഓൾറെഡി കർത്താവായ യേശു ക്രിസ്തു എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് അവിടെ വ്യക്തമാണ്.
എൻ്റെ 6-ാമത്തെ വാക്യത്തിലാണ്, അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അപ്പൊ ഈ അധ്യായമാണ് അതിന്റെ നമ്മൾ ആ തുടക്ക ഭാഗം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മുടെ പ്രധാന വേദഭാഗത്തിലേക്ക് കടക്കാം. 2-ാം അധ്യായമാണ്. സഭാപിതാക്കന്മാർ സഭയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് തന്നേക്കുന്നത് 2-ാം ഭാഗം. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഞാൻ വായിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ശ്രദ്ധിച്ചു കേൾക്കുക. അതിക്രമങ്ങളാലും, ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞതിനെ ഒന്നുകൂടി പൗലോസ്ലീഹ അവിടെ പറയുകയാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിൽ നിന്നോ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അവിടെ നമുക്കൊന്ന് നിർത്താം. അവിടെ കാണുന്നത്, അവരുടെ ഇടയിൽ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പൊ അവിടെ എല്ലാവർക്കും ഒരു സംശയം വരും. നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു പറഞ്ഞാൽ ദൈവത്തിന്റെ കോപത്തിന്റെ മക്കളായിരുന്നു? ഒരിക്കലുമല്ല. ദൈവത്തിന്റെ കോപത്തിന്റെ മക്കളായിരുന്നു എന്നല്ല, നമ്മൾ ദൈവത്തോട് കോപിച്ചിരുന്നു. എങ്ങനെ? ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാത്തത്. അത് കുറച്ചുകൂടെ നമുക്ക് ആ അധ്യായത്തിൽ തന്നെ വ്യക്തമാണ്. അതിന്റെ 4-ാം വാക്യം, 3-ാം വാക്യം, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ, 4-ാം വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ശരിക്കും ശ്രദ്ധിക്കണം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ചിന്തിക്കാം, നമ്മള് എങ്ങനെയാണ് നമ്മളെ രക്ഷിച്ചത്? ആരാണ് നമ്മളെ തിരഞ്ഞെടുത്തത്? 4-ാം വാക്യം പറയുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിലെ ആളുകളെല്ലാം ദൈവസ്നേഹത്തെ പറ്റിയായിരുന്നു വർണ്ണിക്കാൻ. വിശുദ്ധ ബൈബിളില് നമ്മള് മുഴുവൻ ഭാഗങ്ങളും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു കൺക്ലൂഡിങ് വരുവാണെങ്കിൽ, കൺക്ലൂഡിങ് ആയിട്ട് പറയുകയാണെങ്കിൽ, പ്രധാനമായിട്ടും നമ്മൾ ബൈബിളിനെ നോക്കിക്കാണേണ്ടത് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന് കാണിച്ചെന്ന മാതൃകയും ദൈവം കാണിച്ചെന്ന സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ, ഇന്ന് പലരും പറയും സുവിശേഷം എന്ന് പറയുന്നത് ഇവിടെ കുട്ടി ഘോഷിച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകണം, നല്ല വിശേഷം അറിയിക്കുക, നല്ല വിശേഷം, നല്ല വർത്തമാനം. സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം വരണം, പരിശുദ്ധാത്മാവിൽ നിറവ് വരണം. ഇതാണ് സുവിശേഷം. അപ്പൊ ഇവിടെ നമുക്ക് സുവിശേഷം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുവിശേഷം കാണാം, ദൈവത്തിന്റെ സ്നേഹം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ ആരൊക്കെ രക്ഷിക്കപ്പെട്ടെ? അപ്പൊ ഒരു സംശയം വരും, കുറച്ചു പേരെ വിശ്വസിക്കുന്നവർ മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ? അല്ല, കൃപയാൽ അത്രേ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയ ക്രിസ്തുവാണ്. അല്ലാതെ കുറച്ചാളുകളെയോ കുറച്ച് കളർ നോക്കിയോ അല്ലെങ്കിൽ വിശ്വാസം നോക്കിയോ പ്രവൃത്തിയെ നോക്കിയോ അല്ല നമ്മളെ രക്ഷിക്കാം. തുടർന്നുള്ള വേദഭാഗത്തിൽ അത് കൃത്യമായിട്ട് വായിക്കാം. 5-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു
സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പം കൂട്ടിച്ചേർത്ത് വായിച്ചാൽ, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടത്. നമുക്കറിയാം വാത്സല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളോട് കാണിക്കുന്ന വാത്സല്യം. അതേ വാത്സല്യമാണ് ക്രിസ്തുവിന് നമ്മളോടുള്ളത്. നമ്മളോടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആളുകളോട് മാത്രമല്ല, മുഴുവൻ മനുഷ്യവർഗത്തോടും ക്രിസ്തുവിന് വാത്സല്യമുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹമുണ്ട്. ആ സ്നേഹം തിരിച്ചറിയാതെ വരുമ്പോഴാണ് കോപിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ പ്രസന്റ് ചെയ്യാനും കോപിച്ചിരുന്നിരുന്നു എന്നൊരു തോന്നൽ വരാനും കാരണം. ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞു, ആദ്യ ഭാഗത്ത് നമ്മൾ വായിച്ചതാണ്, ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് മാറ്റി. ദൈവത്തിന്റെ കോപമാണോ? മനുഷ്യർ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ തെറ്റിദ്ധരിച്ചു, ദൈവത്തിൽ നിന്ന് അകന്നു, ദൈവത്തിൽ നിന്ന് ആ സ്നേഹം തിരിച്ചറിയാതിരുന്നു. അപ്പോ ആ അവസ്ഥയാണ് ദൈവകോപം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നത്, കരുണാസമ്പന്നനായ യേശു ക്രിസ്തുവിന്റെ മഹാസ്നേഹം, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. വീണ്ടും നമ്മൾ 5-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടത്. അപ്പൊ വരും കാലങ്ങളിൽ നമ്മൾ കാണിക്കേണ്ടത് എന്താണ്? കൃത്യമായിട്ട് പറയുന്നുണ്ട്, ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഓൾറെഡി ഇരുത്തുകയും ചെയ്തു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഇനി അടുത്തൊരു വാക്യം കൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മളുടെ എന്തെങ്കിലും നമ്മൾ നോമ്പ് നോറ്റത് കൊണ്ടോ, അങ്ങനെയും പറയാൻ കേട്ടോ, നമ്മൾ നോമ്പ് നോറ്റത് കൊണ്ടോ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടോ കൂടുതൽ എന്തെങ്കിലും ചെയ്തത് കൊണ്ടോ ഒന്നും അല്ല, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ്? ദൈവത്തിന്റെ കൃപയാലാണ് നമ്മളെല്ലാവരും, നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആ കൂട്ടത്തിൽ പെട്ടു, കുറച്ചുപേരെ മാറ്റി നിർത്തുന്നില്ല, നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിനും നിങ്ങൾ കാരണമല്ല. നമ്മൾ എന്തെങ്കിലും കാരണമാണോ? ഒരിക്കലും അല്ല. പൗലോസ്ലീഹ വ്യക്തമായിട്ടാ പറയുന്നത്, നിങ്ങൾ ഇതിനൊന്നും കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. അപ്പൊ ദൈവത്തിന്റെ കരുണാസമ്പന്നതയായ സ്നേഹത്തില്, ദൈവത്തിന്റെ ദാനത്തില്, ദൈവത്തിന്റെ കരുണയിൽ നമ്മളെ രക്ഷിച്ചു. ഇനി അടുത്തത്, നമ്മളെ അങ്ങനെയൊക്കെ രക്ഷിച്ചത് എന്തിനാണ്? ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ ദൈവം കൂട്ടിച്ചേർത്തു. ഇനി ഒരു അടുത്ത പോയിന്റ് കൂടെ വായിക്കാം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് യേശു ക്രിസ്തുവിൽ. അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് നാം അവന്റെ കൈപ്പണി? ആരുടെ? ദൈവത്തിന്റെ കൈപ്പണിയായിട്ടുള്ളവരാണ് നമ്മൾ. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മൾ ആ ദൈവത്തിന്റെ സ്നേഹം മുറുകെ പറ്റി കഴിയുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയി കഴിയുമ്പോൾ, ആ സ്നേഹം നമ്മൾ പകർന്നു കൊടുക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോ നമ്മൾ പലരും ഇന്ന് പറയും, ദൈവത്തിന്റെ സ്നേഹം എനിക്ക് മനസ്സിലായി, ദൈവം ഭയങ്കര സ്നേഹമാണ്, ദൈവം സ്നേഹം തന്നെയാണ്. പക്ഷേ ആ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ആ സ്നേഹം പകർന്നു കൊടുക്കുവാനുള്ള ബാധ്യസ്ഥത നമുക്കുണ്ട്. നമ്മളെ തിരഞ്ഞെടുത്തേക്കുന്നത് സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകും. ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ സ്നേഹം വരും. നമ്മൾ മറ്റുള്ളവരിൽ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ തയ്യാറാകും. ആ സ്നേഹം നമ്മളിലൂടെ അനേകർക്ക് വെളിച്ചമായി. നാം വെളിച്ചമാകുന്നത് പോലെ മറ്റുള്ളവർക്ക് നമ്മളിൽ വെളിച്ചം അവർക്ക് കിട്ടാൻ ഇടയാകും. അവരും പ്രകാശിക്കും, നമ്മളും പ്രകാശിക്കും. അതിന്റെ ബാക്കി ഭാഗങ്ങളോട് വായിക്കാം. ആകയാൽ നാം അവന്റെ കൈപ്പണിയായ സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റു പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെടുന്നു.
അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ഏറ്റ കാര്യങ്ങൾ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. അക്കാലത്ത് ആകയാൽ 11-ാം വാക്യം, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ, അതായത് അഗ്രചർമ്മക്കാരെന്ന് പേര് വിളിക്കപ്പെട്ട സമയത്തെ ആ സമയത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തിന്റെ നിയമങ്ങൾക്കും അന്യരും പ്രത്യാശമില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. അപ്പോ ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു എന്ന് പൗലോസ് അവിടെ പറയുന്നത് കൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ദൈവമില്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവമില്ലായിരുന്നു എന്നാണോ അതിനർത്ഥം? അല്ല. യഥാർത്ഥ ദൈവത്തിന്റെ സ്വഭാവം ഇവരാരും തിരിച്ചറിഞ്ഞിരുന്നില്ല. അവിടെ അതാണ് വ്യക്തമാക്കി പറയുന്നത്. അതായത് 10-ാം വാക്യം, ആകയാൽ അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരാണ്. പഴയ നിയമകാലത്ത് ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളു. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കുക, ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ സമീപസ്ഥരാണ്. എഫേസോസിലെ ആളുകൾക്ക് മാത്രമല്ല ഈ ഒരു വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ആളുകൾക്ക് വേണ്ടി ലേഖനം എഴുതുന്നുവെങ്കിലും എഫേസോസിൽ ക്രിസ്തുവിന് വേണ്ടി വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടിയാണ്. ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിന്റെ രക്തസാക്ഷ്യത്തിൽ ക്രിസ്തു മരിച്ചതിന് ശേഷം ക്രിസ്തുവിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി സഭയിലേക്ക് ചേർന്ന ആളുകളാണ്. അവരെ പ്രത്യേകം പൗലോസ്ലിഹ ലേഖനത്തിലൂടെ അറിയിക്കുന്നു, നിങ്ങൾക്കുള്ള ഈ മഹത്വകരമായ പ്രത്യാശയുടെ മഹത്വകരമായ സത്വാർത്ത അറിയിക്കുകയാണ്. നിങ്ങളെ ദൈവം രക്ഷിച്ചിരിക്കുന്നു, നിങ്ങളെ ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ കാര്യം പറയുന്നു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റു പരിച്ഛേദനക്കാരെന്ന് വിളിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആരാണ്? ക്രിസ്തുവിനോട് കൂടെയുള്ളവരും മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരുമായിരിക്കുക. അവൻ നമ്മുടെ സമാധാനം, ക്രിസ്തു നമ്മുടെ സമാധാനം. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുവശത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട്. അവിടെ ന്യായപ്രമാണത്തിന്റെ എല്ലാ ചട്ടങ്ങളും ശത്രുക്കളായിരുന്നു. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കി തന്നു. ഇരുവശത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുവശത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. എന്റെ ലാസ്റ്റ് ഭാഗം കൂടെ വായിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. പൗലോസ്ലിഹ വ്യക്തമായിട്ട് പറയുന്നു, നമ്മൾ ആരും അന്യന്മാരും പരദേശികളുമല്ല. ക്രിസ്തുവില് നമ്മളെല്ലാവരും ഒന്നാണ്. ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു, സ്വർഗത്തില് ആക്കിയിരിക്കുന്നു. ആ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മളും ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു നൽകും. വലിയൊരു ചിന്തയാണ് ഈ ഇന്നത്തെ വേദവായനയില് പിതാക്കന്മാര് സഭയ്ക്ക് നൽകിയിരിക്കുന്നത്, നമുക്ക് നൽകിയിരിക്കുന്നത്. നോമ്പ് നോക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിനെ അനുകരിക്കുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ, നമ്മളുടെ പ്രവൃത്തി കൊണ്ടോ നമ്മളുടെ എന്തെങ്കിലും നോമ്പ് കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഒന്നുമല്ല നമ്മളെ തിരഞ്ഞെടുത്തത്. മറിച്ച് ദൈവത്തിന്റെ മഹാസ്നേഹത്താൽ മഹാകരുണയാൽ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതാണെന്നും
മറ്റുള്ളവരെക്കാൾ നമ്മൾക്ക് എന്തെങ്കിലും വിശേഷതയുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ അത് ഒരിക്കലും ശരിയായിട്ടുള്ള തോന്നലല്ല എന്നും, എല്ലാവരെയും ഒരുപോലെ ദൈവം സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹത്തിൽ നമ്മളുമായിരിക്കുന്നുവെന്നും, മറ്റുള്ളവരെക്കാൾ നമ്മളൊരു വിശേഷതയുള്ളവരല്ല, എന്നാൽ മറ്റുള്ളവരെക്കാൾ നമ്മളൊട്ട് കുറവുള്ളവരല്ല, എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ചിന്തയിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ നമുക്കിടയാകട്ടെ. ഈ പരിശുദ്ധ നോമ്പിൽ നമുക്ക് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരാം. എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ആ അറിവില്ലായ്മ, അല്ലെങ്കിൽ മനസ്സിനുണ്ടാകേണ്ട ചേഞ്ച്, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചേഞ്ച്. എന്താണ് മനസ്സിലുണ്ടാകേണ്ട ചേഞ്ച്? ദൈവത്തിന്റെ സ്നേഹം, ദൈവം ആരാണ്, ദൈവം ആരെയൊക്കെ സ്നേഹിക്കുന്നു, ആ തിരിച്ചറിവ് നമുക്ക് കിട്ടണം. നമുക്ക് കിട്ടുന്ന ആ തിരിച്ചറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകണം. ആ പകർന്നു നൽകുന്നതിലൂടെ ക്രിസ്തുവിനെ മാതൃകയാക്കി നമ്മൾ മുമ്പോട്ട് ജീവിതം മുന്നോട്ട് പോകും. ഈ ലോകത്തിൽ കഷ്ടതകളോ പ്രയാസങ്ങളോ ഒന്നും ഒരു തടസ്സമല്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള പോലെ അത്ഭുതങ്ങളും വേറെ ആരുടെയും ജീവിതത്തിൽ ഇല്ല എന്ന് വേണേൽ പറയാം. എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ട്. പക്ഷെ അത്ഭുതങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക, നാം ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങി നാളെ രാവിലെ എഴുന്നേറ്റുവെങ്കിൽ വലിയൊരു അത്ഭുതമാണ്. നമ്മൾ ഇന്ന് രാത്രിയിൽ നമ്മൾ വെള്ളം കുടിച്ചു, രാവിലെ യൂറിൻ പാസ് ചെയ്തുവെങ്കിൽ വലിയൊരു അത്ഭുതമാണ് നടന്നത് നമ്മുടെ ജീവിതത്തിൽ. അല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതമില്ല, പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ മഹാസ്നേഹം നമ്മളിലുണ്ട്. ഇന്ന് അനേകരെ ആത്മഹത്യ ചെയ്യുന്നു. എന്തെങ്കിലും ഒരു ചെറിയ നിരാശ കാണുമ്പോൾ തന്നെ ജീവിതം നഷ്ടമാക്കി കളയുന്നു. നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ആരെല്ലാം കൈവിട്ടാലും, ആരെല്ലാം വെറുത്താലും, ആർക്കെല്ലാം നമ്മളോട് വിദ്വേഷമുണ്ടായാലും ഒരിക്കലും വിദ്വേഷപ്പെടാത്ത, ദേഷ്യപ്പെടാത്ത, സ്നേഹം മാത്രം പകർന്നു തരുന്ന ഒരു ക്രിസ്തു നമ്മളോടൊപ്പമുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ആ ചിന്ത നമ്മളെ ഭരിച്ചാൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളും സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ നമുക്ക് അത് മുന്നേറാൻ കഴിയും. നമ്മുടെ സഭാപിതാക്കന്മാര്, നമ്മുടെ രക്തസാക്ഷികള്, സഹോദരന്മാര് എല്ലാവരും നമുക്ക് കാണിച്ചു തന്ന മാതൃക അത് തന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവിതം ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുക, സ്വന്തം ജീവിതം ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേണ്ടി പകർന്നു നൽകുക, സ്വന്തം ജീവിതം ക്രിസ്തു സാക്ഷിയായി മാറുക. ഈ നോമ്പ് കാലത്ത് നമുക്കും ആ ഒരു മാതൃക പിൻപറ്റാൻ ശ്രമിക്കാം. എങ്ങനെയാ പിൻപറ്റാൻ ശ്രമിക്കുന്നത്? നമുക്ക് സ്നേഹം പകർന്നു നൽകിയാൽ, സ്നേഹം എന്ന ആ കരുണാസമ്പന്നനായ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം, അത് നമുക്ക് അല്പമെങ്കിലും അധികമെങ്കിലും പകർന്നു നൽകാൻ ശ്രമിക്കാം. നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കിയതിൽ കാര്യമില്ല. ക്രിസ്തുവിന്റെ സ്നേഹം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയും. ഈ പരിശുദ്ധ നോമ്പിൽ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളൊരു നമ്മുടെ മനസ്സിൽ ആദ്യമേ അത് ഉറപ്പിക്കാം. ദൈവത്തിന്റെ സ്നേഹം കുറച്ചു പേർക്ക് മാത്രമല്ല, ദൈവത്തിന്റെ സ്നേഹം മുഴു മനുഷ്യജാതിയോടും സർവസൃഷ്ടിയോടും ഉള്ള ആ വലിയ സ്നേഹമാണ്. തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് മുഴു മനുഷ്യവർഗത്തിനെയും രക്ഷിക്കാനാണ്, സർവസൃഷ്ടിയെയും രക്ഷിക്കാനാണ്. അപ്പൊ ആ സ്നേഹം നമുക്ക് കിട്ടി, നമ്മളത് മനസ്സിലാക്കി, ആ സ്നേഹം നമുക്ക് പകർന്നു നൽകാം. നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരോടും വെറുപ്പ് വേണ്ട, നമുക്ക് ആരോടും വിദ്വേഷം വേണ്ട. നമ്മളോട് വിദ്വേഷിക്കുന്നവരോട് നമുക്ക് രമ്യതപ്പെടാം. നമ്മളോട് വെറുക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ശപിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം മാതൃകയായി തീർക്കാം. ക്രിസ്തു സന്തോഷിക്കും. അല്ലാതെ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പുണ്യപ്രവൃത്തി ചെയ്യുക എന്നുള്ളതല്ല. പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് ദൈവത്തിന് വേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ ഒരു പരിശ്രമവും ദൈവത്തിന് ആവശ്യമില്ല. ദൈവം സർവശക്തനാണ്. ക്രിസ്തു നമ്മളിലുണ്ട് എന്നുള്ള ആ വലിയ ബോധ്യം നമുക്ക് കിട്ടുമ്പോൾ, ആ ക്രിസ്തു പകർന്നു നൽകിയ സ്നേഹം, ആ സ്നേഹം നമുക്ക് പകർന്നു നൽകാൻ കഴിയും. പലപ്പോഴും പല ആളുകളും ആ സ്നേഹത്തിൽ നിന്ന് തെറ്റിപ്പോകും. നമുക്ക് സ്നേഹിക്കാം, പരസ്പരം സ്നേഹിക്കാം.
പരസ്പരം നമ്മുടെ ഹൃദയങ്ങൾ കൈമാറാം, പരസ്പരം നമ്മുടെ വേദനകൾ പ്രയാസങ്ങൾ കൈമാറാം, പരസ്പരം നമ്മുടെ സന്തോഷങ്ങൾ കൈമാറാം. ഈ പരിശുദ്ധ നോയമ്പിൽ നമുക്കെല്ലാവർക്കും ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. നമ്മുടെ സഭാപിതാക്കന്മാർക്കും മാനസാന്തരം ഉണ്ടാകട്ടെ. നമ്മുടെ സഭയില്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുടുംബത്തില് നമ്മൾ ഇടപെടുന്ന ആളുകൾ നമ്മളിലൂടെ അവർക്ക് ക്രിസ്തുവിനെ കാണാൻ കഴിയട്ടെ. നമുക്കതിനായി ഒന്ന് പരിശ്രമിച്ചു നോക്കിയാലോ. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. എന്നിലും നിങ്ങളിലും എല്ലാം ക്രിസ്തുവിന്റെ സ്നേഹമുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ പ്രകാശിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹം പ്രകാശമായി, വെളിച്ചമായി നമുക്ക് ലോകത്തിന് പകർന്നു നൽകാം. അതാണ് സുവിശേഷം. ആ സുവിശേഷത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതം തന്നെ സമർപ്പിക്കാം. ഈ കണ്ട അത്ഭുതങ്ങൾക്കും മായക്കാഴ്ചകൾക്കും പുറകെ ഓടാതെ യഥാർത്ഥ സുവിശേഷത്തിലേക്ക്, യഥാർത്ഥ സത്യത്തിലേക്ക്, ദൈവരാജ്യത്തിന്റെ വേലക്കാരായിട്ട്, യഥാർത്ഥ സുവിശേഷ വേലയായിട്ട് നമുക്ക് മാറാം. നമ്മുടെ ജീവിതം അതിന് മാതൃകയാക്കി തീർക്കാം. അനേകർക്ക് നമ്മുടെ ജീവിതം ആവശ്യമാണ്. നമ്മളാരും പാഴ്വസ്തുക്കളോ പാഴായ ജന്മങ്ങളോ അല്ല. ഈ ലോകത്തിലെ ഒരു സൃഷ്ടിയും ദൈവത്തിന്റെ സൃഷ്ടിയിൽ പാഴല്ല. ആരെയും പാഴായി സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവരെയും കേവലം നമ്മളെക്കാളിലും മുകളിലുള്ളവരായിക്കോട്ടെ താഴെയുള്ളവരായിക്കോട്ടെ, ഏറ്റവും താഴെ നിലയിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആളുകൾ പോലും ദൈവത്തിന്റെ സൃഷ്ടിയിൽ മഹത്തരമായ സൃഷ്ടികളാണ്. ആ സൃഷ്ടിയോടുകൂടെ നമ്മൾ അവരെയും സ്നേഹിച്ചുകൊണ്ട് ഈ നോമ്പ് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ ആ വലിയ സത്യത്തിലേക്ക്, ആ ഒരു ദൈവീകരണത്തിലേക്ക്, ആ ക്രിസ്തുവിന്റെ തലയോളം വളരുന്ന അവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും ആയി തീർക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഇവിടെ ഒരല്പസമയം സുവിശേഷം അല്ലെങ്കിൽ ദൈവവചനം എടുത്ത് സംസാരിക്കാൻ അവസരം ഒരുക്കി തന്ന ഗ്ലോറിയസ് ഗോസ്പലിന്റെ എല്ലാ പ്രവർത്തകരോടും, ഈ ലോകത്തിലേക്ക് സത്യസുവിശേഷം നിരന്തരം ലൈവുകളിലൂടെ പകർന്നു നൽകുന്ന അനേകരെ സത്യവിശ്വാസത്തിലേക്ക്, ജീവിതത്തിലേക്ക് വെളിച്ചമായി തീർത്തുകൊണ്ടിരിക്കുന്ന ഷൂ പാസ്റ്ററിനെയും ഗ്ലോറിയസ് ഗോസ്പൽ ടീമിലെ എല്ലാ അംഗങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.